ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് അരിപ്പൊടി അതുപോലെ വീട്ടിലുള്ള എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചേരുവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരമാണ്. ഏത് സമയത്തും നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബൗളിലേക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പിലും കുറച്ചധികമായിട്ട് കടലമാവാണ്. കടലമാവ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചോറ്, നമ്മൾ തലേന്നൊക്കെ ബാക്കി വന്നിട്ടുള്ള ചോറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3 മുട്ട വരെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് സവാള നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ 1-2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അത് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ ഒരു മഞ്ഞൾപ്പൊടി, കുറച്ചൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വൈറ്റ് പെപ്പർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു നുള്ളി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓവറൊന്നും ചേർക്കുന്നില്ല, എല്ലാം കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒന്ന് കലക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പൊക്കെ മതിയാവും. ഓവർ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യരുത് കേട്ടോ, ഭയങ്കര ലൂസായി പോയാലും പണി കിട്ടും. അപ്പോൾ അതാ വെള്ളം കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് 2 തക്കാളിയാണ്. ഞാൻ ഏകദേശം ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ചേരുവകൾ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഒന്ന് മൊരിപ്പിച്ചെടുക്കണം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം കളറൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാത്തിലും ഒന്ന് ഈക്വലായി കിട്ടുന്നവരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് എന്തെങ്കിലും ചീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് അടിപൊളിയായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഓവർ ഫ്രൈ ചെയ്തിട്ടൊന്നുമല്ല, അതുകൊണ്ട് ഓവർ ഓയിലൊന്നും ഇല്ലാതെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്തെടുക്കാനൊന്നും മറക്കരുത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.